കൊല്ലം കോട്ടുകൽ ക്ഷേത്രോത്സവത്തിൽ ഗാനമേളയ്ക്കിടെ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ കർശന നടപടിക്കൊരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. അതേസമയം സംഭവത്തിൽ നാഗർകോവിൽ നൈറ്റ് ബോർഡ്സ് എന്ന ഗാനമേള ട്രൂപ്പിനെതിരെയും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾക്കെതിരെയും പോലീസ് കേസെടുത്തു. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉത്സവത്തിൽ നാഗർകോവിൽ നൈറ്റ് ബോർഡ്സ് അവതരിപ്പിച്ച ഗാനമേളയിലായിരുന്നു RSS ഗണഗീതം പാടിയത്. കോട്ടുക്കൽ ടീം ഛത്രപതിയാണ് ഗാനമേള സ്പോൺസർ ചെയ്തത്. സംഭവത്തിൽ ക്ഷേത്ര പരിസരത്ത് സംഘപരിവാർ സംഘടനകളുടെ കൊടികൾ കെട്ടിയെന്നും ഗണഗീതം പാടിയെന്നും കാണിച്ച് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിൽ ശശിയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും പരാതി നൽകിയത്. പിന്നാലെ സംഭവത്തിൽ ദേവസ്വം ബോർഡ് വിശദീകരണം തേടുകയായിരുന്നു. തുടർന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചത്. ഗണഗീതം പാടിയത് ബോധപൂർവമായ ശ്രമമാണെന്നും ക്ഷേത്രോപദേശക സമിതികൾ ക്ഷേത്ര ഭരണക്കാരായി മാറുന്നുവെന്നും PS പ്രശാന്ത് പറഞ്ഞു. എന്നാൽ ഗാനമേളയിൽ ദേശഭക്തി ഗാനമാണ് പാടിയതെന്നും ഗണഗീതം പാടിയിട്ടില്ലെന്നുമാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീജേഷും മറ്റു ഭാരവാഹികളും നൽകുന്ന വിശദീകരണം. ഗാനമേള പുറത്തുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ്. അവരെ നടക്കുന്ന 10-15 ആൾക്കാർ വന്ന് വീക്ഷിക്കുന്ന പരിപാടിയാണ്. ഇതൊരു അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൽപര കക്ഷികൾ ചെയ്തെന്ന് കൂടുതലായിട്ട് ഇതിനകത്തൊന്നുമില്ല. ദേശഭക്തിഗാനമാണ് പാടിയേക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിതോരണങ്ങളോ ഒന്നും ഇവിടെ ഈ ക്ഷേത്രത്തിലോ പരിസരത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗാനമേള സമയത്തും അങ്ങനെ യാതൊരുവിധമായിട്ടുള്ള സംഭവങ്ങളും അതിൽ വന്നിട്ടില്ല. കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടുക്കൽ ക്ഷേത്രത്തിലെ വിവാദം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.